വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണാഘോഷം തന്നെയാണ്. കാരണം നാടും നഗരവും ഒക്കെ ഓണം ആഘോഷിക്കുമ്പോൾ ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനിനുള്ളിലാണ് ഇപ്പോൾ ഈ ഓണം ആഘോഷം നടക്കുന്നത്. നിരവധി യാത്രക്കാരുണ്ട്, സ്ഥിരം യാത്രക്കാർ, സ്ഥിരമായി എറണാകുളത്തേക്ക് പോകുന്നവർ, അവരാണ് ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാവേലി ഇവിടെ എത്തിയിട്ടുണ്ട്. മാവേലി രാവിലെ തന്നെ ഗുരുവായൂരിൽ നിന്നും ഈ ട്രെയിനിലേക്ക് കയറിയതാണ്. ഗായകനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒരു പാട്ടൊന്ന് പാടാവോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവനിയിൽ നീ വരൂ മകം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. എങ്ങനെയാ രാവിലെ മുതൽ ആഘോഷമൊക്കെ തുടങ്ങിയോ? പിന്നെ ഇവിടുന്ന് തുടങ്ങാണ്. ഗുരുവായൂരിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, ഇനി എറണാകുളം വരെ ഫുൾ ഓണായിരിക്കും ട്രെയിൻ. എന്തായാലും സ്ഥിരം യാത്രക്കാർ എന്നും കണ്ടുമുട്ടുന്നവർ അവരൊന്നിച്ചു കൂടി ഒരു ഓണം ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് ട്രെയിനുള്ളിൽ. വളരെയധികം എല്ലാ വർഷം നടക്കുന്നതാണ്, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടക്കുന്നത്. പക്ഷെ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ മാവേലിയടക്കം ആയിട്ട് നടക്കുന്നതാണ്. ഒരു പാട്ടും ഓണാഘോഷവും പായസ വിതരണം എല്ലാം നടക്കുന്നതാണ് സാധാരണ. ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായി ഒരുപാട് പേര് നമ്മൾ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. വളരെയധികം സന്തോഷത്തിലും അതുപോലെ തന്നെ ഒരു ആഘോഷത്തിൻ്റെ ആരവത്തിലൊക്കെ തന്നെയാണ് ഈ ട്രെയിനിനുള്ളിൽ. അവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ട്രെയിനിനുള്ളിൽ. ഈ പൂവൊക്കെ കെട്ടി രാവിലെ മുതൽ തന്നെ ഈ അലങ്കാര പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ എറണാകുളത്തേക്ക് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ആഘോഷം, വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആശയം? ഞങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് ഒരുപാട് തൃശ്ശൂർ ഗുരുവായൂർ യാത്ര ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം. അങ്ങനെയുള്ള പരിഹാരം കാണാൻ മാവേലി അല്ലാണ്ട് ഇനി ഞങ്ങൾക്ക് വേറൊരു ആളില്ല പറയാനായിട്ട്. അത്ര ബുദ്ധിമുട്ടാണ്. കാരണം അനൂപൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് യാത്ര കഴിഞ്ഞിട്ട് വരാനൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ രാത്രി 11 മണിയാവുകയാണ്. അതിനൊരു സംഭവം. പിന്നെ തന്നെ ഇപ്പോഴത്തെ അടിപൊളി ട്രെയിൻ ഉണ്ട്, ഒരു വന്ദേ ഭാരത്. ആ വന്ദേ ഭാരത് ഞങ്ങൾക്കായിട്ടൊന്ന് അനുവദിച്ച് തരണം എന്നുള്ളൊരു വലിയൊരു റിക്വസ്റ്റ് ഞങ്ങൾ മാവേലിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവേലി അതൊക്കെ ഇവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊക്കെ അനുവദിച്ച് തരുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. തീർച്ചയായും ഈ ഓണത്തിന് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ വാഴക്കുലയൊക്കെയായി ഇവിടെ തൃശ്ശൂരിൽ നിന്നും കയറിയിട്ടുണ്ട്. ഓണമായി പോയി വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ പുനായി മാറും പൂവിളയിൽ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പഴയ ഓണക്കാലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു മാറ്റം, എങ്ങനെ നോക്കി കാണുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായി ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും ഓണം. അന്നും ആഘോഷിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആഘോഷിക്കാനായിട്ട് ഒരുപാട് നമുക്ക് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നത്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ ജനങ്ങൾ എന്താ പറയുക, എല്ലാ ദുഃഖങ്ങളും മറന്ന് സന്തോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം. എല്ലാ യാത്രക്കാരുടെ അടുത്തേക്കും എത്താൻ ശ്രമിക്കുന്നുണ്ട് മാവേലി. എല്ലാ യാത്രക്കാരെയും ഞാൻ കണ്ടിരുന്നു. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് കയറിയത്. എല്ലാ യാത്രക്കാരെയും കണ്ടു. അവിടെ സ്റ്റേഷനിലെ സ്റ്റാഫിനെ കണ്ടു. അവിടെ പൂക്കളം ഗുരുവായൂർ സ്റ്റാഫ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നന്നായി പൂക്കളം ചെയ്ത് എല്ലാവരും കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ആഘോഷത്തീർപ്പിലാണ് ട്രെയിനിനുള്ളിൽ? ഇത് 2 ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. നല്ല ആഘോഷമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. ഇതും ഇനി എറണാകുളം ഗുരുവായൂർ തൊട്ട് എറണാകുളം വരെ നല്ല ആഘോഷമായിരിക്കും. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഈ ട്രെയിനിനുള്ളിലൊക്കെ കാണുവാൻ സാധിക്കും. ഈ ബോഗിയിൽ മറ്റ് അലങ്കാര പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട്. ചേട്ടാ എന്താ ഹലോ, ആഘോഷം അടിപൊളി. ഓണം കളറാക്കണം. ദുഃഖങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. സന്തോഷത്തിന്റെ യാത്രയാണ് ഇത്. തീർച്ചയായും അത് തന്നെയാണ്. സന്തോഷത്തോടെ ആർപ്പോ വിളിച്ചുകൊണ്ട് ഇവിടെ ഓണാഘോഷവും അത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഒരു ആർപ്പോ. എങ്ങനെ ആർപ്പോ ഓണം കെങ്കേമമാട്ടെ, അടിപൊളി ഓണാട്ടെ. എന്താ പഠിക്കോ? ഓ വിളിച്ചോ? ആർപ്പോ ആർപ്പോ
എങ്ങനെയാ കുട്ടികളൊക്കെ ഉണ്ട്, പാട്ട് പാടുവോ? എങ്ങനെയാ പാട്ടൊക്കെ പാടുവോ? ആ ഒരു പാട്ട് പാടിക്കോ, ഒന്നിച്ച് പാടിക്കോ. ഓണപ്പാട്ടിൻ തുള്ളും തുമ്പപ്പൂവേ നിന്നെ കഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലു ഞാനാട്ടും മണ്ണാട്ടിക്ക് നിന്നെ കഴുകാനായി മാനിക്കൈകൾ. തീർച്ചയായും കുട്ടികൾ ഉൾപ്പെടെ സന്തോഷത്തിൽ തന്നെയാണ്. അവരൊക്കെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. വിവിധ ജോലികൾ ചെയ്യുന്ന നിരവധി പേരാണ് എന്നും ഈ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകുന്നത്. അവർ തന്നെയാണ് ഇത്തരത്തിലൊരു ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ഓണാഘോഷം, ഈ ഒരു പ്ലാനിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ ഒരു മാസം തൊട്ട് തുടങ്ങിയ പ്ലാനിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വൈകുന്നേരം ഇതേപോലെ പാസഞ്ചർ ട്രെയിനിൽ ഒത്തുകൂടും. അപ്പോൾ അതിലാണ് എല്ലാവരും ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്ക് വന്നത്. അത് എല്ലാ വർഷങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഗംഭീരമായിട്ട് നമുക്ക് ഈ വർഷം ഓണം നന്നായി ഇതാൻ വേണ്ടി ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് മാവേലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകണം. ജോലിൻ്റെ തിരക്കിൽ നല്ലൊരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉഷാറാണ് ഇന്നിപ്പോൾ ഈ കൊല്ലത്തെ ഓണത്തിന്. മറ്റേ അതിഥികൾ ആരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ രാവിലെ മുതൽ? അതിഥികളായിരുന്നു. മാവേലിയാണ് നമ്മുടെ അതിഥിയായിട്ട്. ഇന്നത്തെ അതിഥി മാവേലിയാണ്. വേറെ അതിഥികളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ അതിഥികളാണ്. സീസൺ ടിക്കറ്റ് അല്ലാതെ വേറെ യാത്രക്കാരുണ്ട്, ഗുരുവായൂർ പോയി വരുന്നവരുണ്ട്. ഇതിൽ അവരൊക്കെ നമ്മുടെ അതിഥികളാണ്. എന്തായാലും ഓണമായിട്ട് ട്രെയിനിനുള്ളിൽ ആഘോഷം വളരെ ഗംഭീരമാക്കാൻ തന്നെയാണ്. അതെ അതെ, സൂപ്പറാക്കാനാണ് തീരുമാനം. മറ്റ് ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാണ് വ്യത്യസ്തമായിട്ടൊരു ആഘോഷമല്ലേ? ഇതെങ്ങനെയുണ്ട് ട്രെയിനിനുള്ളിലെ ആഘോഷം? ഇതുപോലെ തന്നെ ക്രിസ്മസും അത് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇതിൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിൽ എല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരെയും കണ്ടുമുട്ടുന്നതാണ് ദിവസവും. അതെ അതെ അതെ, എന്നും കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിനിയും പുതുക്കാടുന്നും അതിന് മാറി മാറി കയറും. അങ്ങനെ അതെ അതെ. ആഘോഷം നന്നായി പോകുന്നുണ്ട്. ഇനി ഇവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി കൂടുതൽ നമുക്ക് കാണാം. എങ്ങനെയാ ഈ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തുന്നത്? ആശയം ഇവർ കുറച്ചാൾ മുന്നേ ഞങ്ങളുടെ അടുത്ത് പറയും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾ അന്നത്തെ ദിവസം ഈ കമ്പാർട്ട്മെൻറ്റിൽ എന്നെ കയറണം അങ്ങനെയൊക്കെ പറയും. അങ്ങനെ സ്ഥിരം കണ്ട് വരുന്ന ആൾക്കാർ ഒരുമിച്ച് ആഘോഷിക്കണ ഒരു ദിവസം. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ദിവസം കാണുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിലും ഉണ്ടാവും ഈ ഒരു ട്രെയിനിനുള്ളിൽ സഞ്ചരിക്കുന്നത്? ഉണ്ടാവും. അത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കൂടുതൽ കളി ചിരി, ഒരു അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണ വരെ ഒരു എൻ്റർടൈൻമെൻറ്റ്. നന്നായിരുന്നു, ആഘോഷമൊക്കെ വളരെ നന്നായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം അടിപൊളി ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ പുതുക്കാട് എത്തി ആഘോഷം തുടങ്ങാൻ പോണുള്ളൂ. പുതുക്കാട് തുടങ്ങിയാണ് നമ്മുടെ ആഘോഷം വിപുലീകരിച്ചതും ഗംഭീരാക്കാൻ പോണത്. എന്തായാലും ഇത്തവണത്തെ ഓണാഘോഷം കളറാക്കിയിരിക്കുകയാണ് ഈ ഗുരുവായൂരിൽ നിന്നുള്ള യാത്രക്കാർ. അവർ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴും നിരവധി പേർ ഈ ട്രെയിനിലേക്ക് കയറുന്നുണ്ട്. സ്ഥിരം കാണുന്നവരാണ്. അവരൊന്നാകെ തന്നെ ഈ ഒരു ഓണാഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ ഓണം ഈ കളറാക്കി. എല്ലാവർക്കും ജനം TV-യുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും. ഓണം അടിച്ചു പൊളിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളും എല്ലാവരും വളരെ നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആർപ്പോ. തീർച്ചയായും കണ്ടതുപോലെ തന്നെയാണ്, ആഘോഷ തിമിർപ്പിലാണ്. ക്യാമറാമാൻ വിപിൻ കോവച്ചിറയ്ക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ.